السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 148-ാമത്തെ പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإن كذبوك فقل ربكم ذو رحمة واسعة ولا يرد بأسه عن القوم المجرمين. سيقول الذين أشركوا لو شاء الله ما أشركنا ولا آباؤنا ولا حرمنا من شيء كذلك كذب الذين من قبلهم حتى ذاقوا بأسنا قل هل عندكم من علم فتخرجوه لنا إن تتبعون إلا الظن وإن أنتم إلا تخرصون قل فلله الحجة البالغة فلو شاء لهداكم أجمعين قل هلم شهداءكم الذين يشهدون أن الله حرم هذا فإن شهدوا فلا تشهد معهم ولا تتبع أهواء الذين كذبوا بآياتنا والذين لا يؤمنون بالآخرة وهم بربهم يعدلون قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون صدق الله العلي العظيم. സൂറത്തുൽ അൻആമിലെ 148-ാമത്തെ പേജിൽ, സൂറത്തുൽ അൻആമിൽ 147 മുതൽ 151 വരെയുള്ള 5 ആയത്തുകളാണ് നമ്മൾ വെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ ജുസാണ്, പേജ് നമ്പർ 148. യഹൂദികളുടെ ധിക്കാരം അല്ലെങ്കിൽ നിയമലംഘനം, ഇതൊക്കെ കാരണം പല ഫുഡ് ഐറ്റംസും, ഭക്ഷ്യ വസ്തുക്കളും അവർക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരുന്നു എന്നാണ് കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത്. അവരുടെ കയ്യിലിരിപ്പിന് അള്ളാഹു തആല നൽകിയ ഒരു ശിക്ഷയായിരുന്നു അത് എന്നും നമ്മൾ പറഞ്ഞു. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല പറയുന്നത് ഇതേ സ്വഭാവമുള്ള സത്യനിഷേധികളോട് പ്രതികരിക്കാനാണ്. ഈ യഹൂദികൾ ചെയ്തതുപോലെ നിഷേധം തുടരാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നവരോട് പറഞ്ഞേക്കൂ. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവാത്തത്. അല്ലെങ്കിൽ യഹൂദികൾ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവർക്കെതിരെ അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കിയതുപോലെ നിങ്ങൾക്കെതിരെയും നടപ്പാക്കാമായിരുന്നു. അതുകൊണ്ട് അവർ ചെയ്തതുപോലുള്ള ധിക്കാരം തുടരാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. സത്യത്തിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇനി നമ്മൾ പഠിക്കുന്ന ആയത്ത് വലിയൊരു പ്രേരണയാണ്. അതല്ല ധിക്കാര മനോഭാവം തുടരാനാണ് താല്പര്യമെങ്കിൽ അത്തരക്കാർക്ക് അത് വലിയ താക്കീതുമാണ്. എന്താണ് 147-ാമത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإن كذبوك فقل ربكم ذو رحمة واسعة
ولا يرد بأسه عن القوم المجرمين فإن كذبوك നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെ അവർ നിഷേധിക്കുകയാണെങ്കിൽ, യഹൂദികൾ ചെയ്തതുപോലെ അവർ അങ്ങയെ നിഷേധിക്കുകയാണെങ്കിൽ, ഫഖുൽ അങ്ങ് പ്രഖ്യാപിച്ചേക്കൂ, അങ്ങ് അവരോട് പറഞ്ഞേക്കൂ, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് ദൂ റഹ്മത്തിൻ വാസിഅത്തിൻ വിശാലമായ കരുണയുള്ളവനാണ്, വലാ യുറദ്ദു ബഅസുഹു അനിൽ ഖൗമിൽ മുജ്രിമീൻ വിശാലമായ കരുണയുള്ളവനാണ് എന്നത് ശരി. പക്ഷെ അതുകൊണ്ട് കുറ്റവാളികളെ തൊട്ട് അവന്റെ ശിക്ഷ ഒഴിവാകുകയില്ല. വലാ യുറദ്ദു ബഅസുഹു അവന്റെ ശിക്ഷ തട്ടിമാറ്റപ്പെടുന്നതല്ല, അനിൽ ഖൗമിൽ മുജ്രിമീൻ കുറ്റവാളികളായ ഖൗമിനെ തൊട്ട്. അള്ളാഹു വലിയ വിശാലമായ റഹ്മത്തുള്ള ആൾ തന്നെ, ശരിയാണ്, എന്ന് വെച്ച് എപ്പോഴും കുറ്റവാളികളുടെ ശിക്ഷ തട്ടിമാറ്റപ്പെടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിഷേധഭാവം നിങ്ങൾ നിർത്തണം, ധിക്കാര മനോഭാവം നിങ്ങൾ ഇനി തുടരരുത് എന്നവരോട് നിങ്ങൾ പറഞ്ഞേക്കൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, യഹൂദികൾക്ക് നഖമുള്ള എല്ലാ ജീവികളും അതുപോലെ തന്നെ ആടുമാടുകളുടെ മുതുകുകളിലോ കുടലുകളിലോ എല്ലുകളിലോ ചേർന്ന് നിൽക്കുന്നതല്ലാത്ത എല്ലാ കൊഴുപ്പുകളും അള്ളാഹു നിഷിദ്ധമാക്കിയിരുന്നു എന്ന്. അങ്ങനെ നിഷിദ്ധമാക്കിയപ്പോൾ അവരെന്താ ചെയ്തതെന്ന് അറിയോ? അവരൊരു ധിക്കാര മനോഭാവം അല്ലെങ്കിൽ ഒരു മാത്സര്യ ബുദ്ധി നോക്കണം. അവരെന്താ ചെയ്തതെന്ന് അറിയോ? ആ ഐറ്റംസ് അവർ കോലം മാറ്റി മറിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. യഹൂദികൾ അവർക്ക് അല്ലാഹു തആല ഇതിന്റെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കിയപ്പോ ആ കൊഴുപ്പിനെ ഉരുക്കിയിട്ട് മറ്റു പദാർത്ഥങ്ങളാക്കിയിട്ട് അത് വിറ്റിട്ട് കാശുണ്ടാക്കി. എന്നിട്ട് അവർ പറയും, ഞങ്ങളോട് തിന്നണ്ടെന്നല്ല പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ തിന്നിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ഗുരുതരമായ ധിക്കാര മനസ്ഥിതിയായിരുന്നു അവർ കാണിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെയെങ്ങാനും നിങ്ങളുടെ ഖൗം ചെയ്യുകയാണെങ്കിൽ അവരോട് നിങ്ങൾ പറഞ്ഞേക്കണം, നിങ്ങളെയും അവരെ പിടികൂടിയതുപോലെ അല്ലാഹു തആല പിടികൂടിയേക്കാം. പിന്നെ പെട്ടെന്ന് പിടികൂടുന്നില്ല എന്നത് റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടാണ്. ഈ യഹൂദികൾ എപ്പോഴും ഇങ്ങനെ തന്നെ പല ഘട്ടങ്ങളിലും തന്ത്രങ്ങൾ മെനഞ്ഞ് കുതന്ത്രങ്ങൾ മെനഞ്ഞ് ധിക്കാരം കാണിച്ചിട്ടുണ്ട്. റബ്ബ് അവർ പിടികൂടിയിട്ടുമുണ്ട് പല ഘട്ടങ്ങളിൽ. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ കൂട്ടരല്ലേ അല്ലേ? നമ്മൾ സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ വിഷയം പഠിച്ചല്ലോ. അതുപോലെ തന്നെ ശനിയാഴ്ച മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കൽപ്പന ധിക്കരിച്ചപ്പോൾ കുരങ്ങന്മാരായി കോലം മറിച്ചില്ലേ? ആ സംഭവം പലയിടത്തും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലുണ്ട്, സൂറത്തുൽ നിസായിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ആറാഫിൽ വരുന്നുമുണ്ട്. അപ്പോ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. പലതിനും കുറുക്കു വഴികൾ തേടുന്ന ആളുകളാണ് നമ്മൾ. ഹറാമ് ഹലാലായി കിട്ടാൻ വല്ല വകുപ്പുകളുണ്ടോ? ഇങ്ങനെയെല്ലാം കിണഞ്ഞു നോക്കുന്ന ആളുകളാണ്. അള്ളാഹു പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കുക എന്നല്ലാതെ അത് അങ്ങനെ അംഗീകരിക്കുക എന്നതല്ലാതെ അത് അപ്പുറത്തേക്ക് അതിന് ഓവർടേക്ക് ചെയ്യാൻ നമ്മൾ പാടില്ല. ഇവരോട് കൊഴുപ്പ് പോലെയുള്ള സംഗതികൾ നിഷിദ്ധമാക്കിയപ്പോൾ അവരിതിന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയാണ് മറ്റു പല സംഗതികളും അതുകൊണ്ട് ഉണ്ടാക്കിയത് വിറ്റ് ഉപജീവനം അവർ നടത്തിയത്. പലിശ ഹലാലായി കിട്ടാൻ, അതേപോലെ മറ്റു പലതും ഹലാലായി കിട്ടാൻ അതിന് വല്ല വകുപ്പുണ്ടോന്നൊക്കെ വിലങ്കഷമായി അന്വേഷിക്കുന്ന ആളുകളാണ് നമ്മൾ. അതേപോലെ ത്വലാഖ് ചൊല്ലിയിട്ട് ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ അതാണ് വായിന്ന് വന്നു പോയിട്ട് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വകുപ്പുണ്ടെന്ന് നോക്കുന്ന ആളുകൾ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശരിയായി പാലിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. നന്നായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തലാഖ് പോലുള്ള വിഷയങ്ങൾ ഇതൊന്നും തമാശയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ, 3 കാര്യങ്ങൾ കളിയും കാര്യമാണ്, കാര്യവും കാര്യമാണ്. നിക്കാഹ്, ത്വലാഖ്, റജഅത്ത്. ഇത് 3ഉം കളിക്കാനുള്ളതല്ല. നിക്കാഹിന്റെ ആ ഒരു സീഗകളും അതുമായി ബന്ധപ്പെട്ട സംഗതികളും ത്വലാഖിന്റെ പദങ്ങളും അതുപോലെ തന്നെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പദങ്ങളും. ആകട്ടെ, നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. 148-ാമത്തെ ആയത്ത്. മുശ്രിക്കുകളുടെ പല വിശ്വാസാചാരങ്ങളെക്കുറിച്ചും പറഞ്ഞ ശേഷം അവർ ആ വിശ്വാസാചാരങ്ങളെ ന്യായീകരിക്കാൻ കൊണ്ടുവന്നേക്കാവുന്ന ഒരു വാദം ഉദ്ധരിച്ച് അള്ളാഹു ആ വാദത്തെ ശക്തമായി ഗണ്ണിക്കുകയാണ് ഇനി. അതായത് അവർ ചെയ്യുന്ന ശിർക്കടക്കം എല്ലാ കാര്യങ്ങളും അവരുടെ താല്പര്യപ്രകാരം ചെയ്യുന്നതല്ല, അള്ളാഹു അവരോട് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചതാണ്. ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു തൃപ്തിയാണ്. ഇങ്ങനെയൊക്കെയാണ് അവർ ന്യായീകരിക്കാൻ പോകുന്നത്, അവർ വാദിക്കാൻ പോകുന്നത്. അവർ ഇങ്ങനെ വാദിച്ചിരുന്നു എന്ന് സൂറത്തുൻ നഹ്ലിലെ 35-ലും
സൂറത്ത് സുഹ്റുഫിലെ 20-ലും അല്ലാഹു തആല പറഞ്ഞിട്ടുമുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന ആയത്തിന്റെ ആശയം ശരിയായ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ എന്താണ് ഇതിന്റെ ചുരുക്കം എന്നറിയൂ? തങ്ങളുടെ ശിർക്ക് അള്ളാഹുവിന്റെ വേണ്ടുക കൊണ്ടുണ്ടായതാണെന്ന് പറഞ്ഞ് കൈമേർത്തുകയായിരുന്നില്ല മുശ്രിക്കുകളുടെ ഉദ്ദേശം. പിന്നെയോ ശിർക്ക് പോലെയുള്ള നിഷിദ്ധമായ കാര്യങ്ങൾ അള്ളാഹു ഞങ്ങളോട് ചെയ്യാൻ കൽപ്പിച്ചതാണ്, അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമാണ്, ഇതായിരുന്നു അവർ വാദിച്ചിരുന്നത്. ഇത് സത്യത്തിൽ സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്ത വാദമാണ്, തീരെ ആത്മാർത്ഥതയില്ലാത്ത വാദമാണ്. അവരുടെ ഈ വാദത്തെ, അതായത് അള്ളാഹു കൽപ്പിച്ചതും തൃപ്തിപ്പെട്ടതുമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ന വാദത്തെയാണ് അള്ളാഹു തആല ഇനി ആക്ഷേപിച്ച് സംസാരിക്കുന്നത്. എന്തിനാണ് അവർ അങ്ങനെ വാദിച്ചത് എന്നറിയോ? പ്രവാചകന്മാരെ നിഷേധിക്കാൻ തന്നെ. അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അതാണ്. ഇവർ മാത്രമല്ല, ഇവരുടെ മുൻഗാമികളും പ്രവാചകന്മാരെ നിഷേധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന ആയത്തിൽ പിന്നീട് ആ വിഷയം പറയുന്നുണ്ട്. അതായത് അക്രമങ്ങളും തോന്നിവാസങ്ങളും ന്യായീകരിക്കാൻ പണ്ട് മുതലേ ഇത്തരം ആളുകൾ ഉന്നയിക്കാറുള്ള ഒരു അടവാണ് ഈ വാദം എന്നർത്ഥം. അതിലപ്പുറം ഒരു ആത്മാർത്ഥതയും അതിലില്ല. മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും ന്യായം പറഞ്ഞ് ഒരു ന്യായീകരണം നടത്തുക മാത്രമല്ല അവർ ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സത്യവിശ്വാസികളെയും പരിഹസിക്കുക കൂടിയാണ് അവരുടെ ഉദ്ദേശം. കാരണം എന്താ? മുശ്രിക്കീങ്ങൾക്ക് ഇപ്പൊ അള്ളാന്റെ ഖലായിലോ ഖദറിലോ ഇറാദത്തിലോ ഒന്നും വിശ്വാസമില്ലാത്ത ആളുകളാണ് അവർ. ഇനി അഥവാ വാദത്തിന് വേണ്ടി അവർക്ക് വിശ്വാസമുണ്ടെന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഈ പറയുന്നതിൽ അവർക്ക് ആത്മാർത്ഥതയുമില്ല. അതുപോലെ മുശ്രിക്കീങ്ങളുടെ ഈ വാദത്തെ 3 രൂപത്തിൽ എതിർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 3 രൂപത്തിലാണ് മറുപടി കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഇതൊക്കെ അള്ളാഹുവിന് തൃപ്തിയാണെന്നും റബ്ബ് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നതെന്നും എന്നാ വാദമില്ലേ? തീരെ ആത്മാർത്ഥതയില്ലാത്ത വാദം, പരിഹസിക്കാൻ വേണ്ടി മാത്രം ഉന്നയിക്കുന്ന വാദം, പ്രവാചകന്മാർ ധിക്കരിക്കാൻ വേണ്ടി മാത്രം ഉന്നയിക്കുന്ന വാദം. ആ വാദത്തിന് 3 കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ മറുപടി അവരോട് ചോദിച്ചു നോക്കൂ എന്നാണ് റസൂലുള്ളാഹിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒന്നാമത്തേത്, നിങ്ങളുടെ ഈ വാദം ശരിയാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും പ്രമാണം, ബുദ്ധിപരമോ അതല്ല പ്രമാണപരമോ ആയ വല്ല തെളിവും നിങ്ങൾക്ക് കാണിക്കാനുണ്ടെങ്കിൽ അത് കാണിക്കൂ. ഒന്നുമില്ല, ഒരു തെളിവില്ല. രണ്ടാമത്തത്, നിങ്ങൾ ഊഹം മാത്രം പിൻപറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ശരിയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ല. ഉണ്ടെങ്കിൽ അത് സ്ഥാപിക്കാൻ ന്യായവും ഉണ്ടാകേണ്ടതല്ലേ? അതില്ല. മൂന്നാമത്തത്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി സൂക്ഷ്മമായി പറയുന്നതല്ല, വെറുതെ അങ്ങ് പറയുകയാണ്. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചുവെന്ന് അറിഞ്ഞ ശേഷമോ അറിഞ്ഞതുകൊണ്ടോ അല്ല നിങ്ങൾ അതൊക്കെ ചെയ്തത്. ചെയ്തു കഴിഞ്ഞ ശേഷം അതൊരു കാരണമാക്കി എടുത്തു പറയുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ആയത്ത് പഠിക്കാം. 148-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലുൽ ലദീന അശ്റകൂ ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ശൈഇൻ കദാലിക കസ്സബൽ ലദീന മിൻ ഖബ്ലിഹിം ഹത്താ ളാഖൂ ബഅസനാ ഖുൽ ഹൽ ഇൻദകും മിൻ ഇൽമിൻ ഫതുഖ്രിജൂഹു ലനാ ഇൻ തത്തബിഊന ഇല്ല ളന്ന വഇൻ അൻതും ഇല്ലാ തഖ്റുസൂൻ. സയഖൂലു, അവർ പറയും, അവർ ന്യായമായി വന്നേക്കാം, ന്യായം പറഞ്ഞു വന്നേക്കാം, അവർ പറഞ്ഞേക്കാം. അല്ലദീന അശ്റകൂ, മുശ്രിക്കീങ്ങളായ ആളുകൾ പറഞ്ഞേക്കാം, ലൗ ശാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, മാ അശ്റക്നാ, ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല, വലാ ആബാഉനാ, ഞങ്ങളുടെ വാപ്പമാരും ശിർക്ക് ചെയ്യുമായിരുന്നില്ല, വലാ ഹറംനാ മിൻ ശൈഇൻ, ഞങ്ങൾ എന്തെങ്കിലും നിഷിദ്ധമാക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഇതൊക്കെ അല്ലാഹു ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് ചെയ്തതാണ് എന്ന്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, കദാലിക, അപ്രകാരം തന്നെ, കസ്സബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകളും ഇതേപോലെ നിഷേധം പിന്നെ നടത്തിയിട്ടുണ്ട്. അവരുടെ പൂർവികരും ഇതുപോലെ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളോട് അള്ളാഹു പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂലിനെയും അമ്പിയാക്കളെയും പ്രവാചകന്മാരെയും കിതാബുകളെയും നിഷേധിച്ചിട്ടുണ്ട് അവർ. ഹത്താ ദാഖൂ ബഅസനാ, അങ്ങനെ അവർ നമ്മുടെ ശിക്ഷ രുചിച്ചിട്ടുമുണ്ട്. ഹത്ത, അങ്ങനെ ദാഖൂ, അവർ രുചിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, ബഅസനാ, നമ്മുടെ ശിക്ഷ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ പറഞ്ഞ അവരോട്, ഖുൽ, നബിയെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, ഹൽ ഇൻദകും, നിങ്ങളുടെ അടുത്തുണ്ടോ, മിൻ ഇൽമിൻ, എന്തെങ്കിലും അറിവ് നിങ്ങളുടെ പക്കലുണ്ടോ, ഫതുഖ്രിജൂഹു ലനാ, അങ്ങനെയുണ്ടെങ്കിൽ അതൊന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരൂ.
അള്ളാഹു ഇങ്ങനെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും അറിവ്, എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അതുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെളിപ്പെടുത്തി തരൂ. ഇൻ തത്തബിഊന ഇല്ലല്ലന്ന, നിങ്ങൾ വെറുതെ ഊഹത്തെ മാത്രമാണ് പിൻപറ്റുന്നത്. നിങ്ങൾക്ക് അത് സംബന്ധമായിട്ട് ഒരറിവില്ല, ഒരു ഉറപ്പില്ല. വൈൻ അൻതും ഇല്ലാ തഖ്റുസൂൻ, നിങ്ങൾ നുണ പറയുകയുമാണ് ചെയ്യുന്നത്. തഖ്റുസൂൻ എന്ന് പറഞ്ഞാൽ നുണ പറയും. അപ്പൊ ഇതൊക്കെ വെറുതെ നുണ പറയാണ്, നിങ്ങൾ ഊഹത്തെ പിൻപറ്റി സംസാരിക്കുകയാണ്. എന്തെങ്കിലും തെളിവോ വല്ല അറിവോ ഇത് സംബന്ധമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഉറപ്പോ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കൊണ്ടുവരിൻ എന്ന് അവരോട് പറഞ്ഞേക്കൂ. അവരുടെ ഈ വാദത്തിന്റെ ചുരുക്കം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ്, അതുകൊണ്ട് അവനത് തൃപ്തിയാണ്, അവൻ കൽപ്പിച്ചതാണ്. പിന്നെ എന്തിനാണ് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഒക്കെ ഞങ്ങളെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആക്ഷേപിക്കുന്നത്? ഞങ്ങൾ കുറ്റക്കാരല്ലല്ലോ. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ശരി, ഇനി നമുക്ക് 149 ആയത്തിലേക്ക് കടക്കാം. മേൽ പറഞ്ഞതുപോലെ മുശ്രിക്കുകളുടെ മുശ്രിക്കുകളുടെ ആ വാദത്തിന്റെ പൊള്ളത്തരം അല്ലാഹു തആല തുറന്നു കാട്ടി. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി പറയുകയാണ്. എന്താ പ്രഖ്യാപനം? നിങ്ങൾക്കൊരു ന്യായമല്ല, തികച്ചും ന്യായമുള്ളത് അള്ളാഹുവിന്റെ അടുക്കലാണ്. നിങ്ങൾ അനുവർത്തിച്ചു പോരുന്ന ദുർമാർഗങ്ങളും ദുരാചാരങ്ങളും പ്രവാചകന്മാർ മുഖേന നിർമ്മാർജ്ജനം ചെയ്യുന്നതിലും അത്തരം മോശം കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കുന്നതിലുമെല്ലാം അള്ളാഹുവിന് തികച്ചും ന്യായമുണ്ട് എന്ന് ചുരുക്കം. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ വലൗ ശാഅ ലഹദാകും അജ്മഈൻ. ഖുൽ, നബി അങ്ങ് പ്രഖ്യാപിച്ചേക്കൂ, ഫലില്ലാഹി, അതുകൊണ്ട് അള്ളാഹുവിനാണുള്ളത്, അൽ ഹുജ്ജത്തുൽ ബാലിഗത്തു, മികച്ച പ്രമാണം. താങ്കൾ പറയണം, അതുകൊണ്ട് മികച്ച പ്രമാണത്തിന്റെ പിൻബലം അള്ളാഹുവിനാണ്. അള്ളാഹുവിനാണ് മികച്ച പ്രമാണമുള്ളത്. ഹുജ്ജത്ത് എന്ന് പറഞ്ഞാൽ തെളിവ്, പ്രമാണം എന്നൊക്കെ. അൽ ബാലിഗ, ഏറ്റവും നല്ല, ഏറ്റവും ഉഷാറായ, മികച്ച. അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഹദാകും അജ്മഈൻ, നിങ്ങളെ എല്ലാവരെയും നേർവഴിയിലാക്കുമായിരുന്നു. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവനും നേർമാർഗത്തിലാക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മുഴുവൻ മലക്കുകളെ പോലെ ശുദ്ധ പ്രകൃതിക്കാരായ സന്മാർഗികളായി തന്നെ ഇരിക്കണമെന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ അങ്ങനെ തന്നെ ആകുമായിരുന്നു. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? സത്യാസത്യങ്ങളും സത്യവും അസത്യവും നന്മയും തിന്മയും വേണ്ടതുപോലെ തെളിവ് സഹിതം മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, ഇഷ്ടമുള്ളവർ നിരസിക്കട്ടെ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ഇച്ഛാസ്വാതന്ത്ര്യം നൽകുക. ഇതാണ് അള്ളാഹു നിശ്ചയിച്ചത്. ഇങ്ങനെയാണ് ഈ ആയത്തിലെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷയം പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഇതേപോലെ പറഞ്ഞു കാണാം. വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്ത്, ചിലയിടത്ത് സൂചനാ രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഹൂദിലുണ്ട് 118-ൽ, 519-ൽ, അതുപോലെ തന്നെ സൂറത്ത് യൂനുസിലെ 99-ൽ, സൂറത്തുൽ ബഖറ 253 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആകട്ടെ, ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കാം. 150-ാമത്തെ ആയത്ത്. നിങ്ങൾ നിഷിദ്ധമാക്കിയ ഈ വസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കിയതല്ല, അള്ളാഹു നിഷിദ്ധമാക്കി നിശ്ചയിച്ചു തന്നതാണ്. ഇതാണല്ലോ നിങ്ങളുടെ വാദം. ഈ വാദം തെളിവ് സഹിതം സ്ഥാപിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സാക്ഷികളെ നിങ്ങൾക്ക് ഹാജരാക്കാനും കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്ന് മുശ്രിക്കുകളെ വെല്ലുവിളിക്കുകയാണ്. ഇനി നേരത്തെ തെളിവ് വല്ലതുണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇനി സാക്ഷികൾ ആരെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ, അള്ളാഹു നിങ്ങളോട് പറഞ്ഞതാണ് എന്നതിന് ഉണ്ടെങ്കിൽ അതിന് കൊണ്ടുവരി എന്നാണ് പറയുന്നത്. അതവർക്ക് സാധ്യമല്ല, ഒരു സാക്ഷിനും കിട്ടൂല, കാരണം അവർ പറയുന്നത് നുണയാണ്. ഇനി ഒരു പക്ഷേ വല്ല അറിവില്ലാത്ത വിവരദോഷികളായ ആളുകളും അങ്ങനെ സാക്ഷി പറയാൻ മുന്നോട്ട് വന്നാൽ തന്നെ അവർ സത്യബോധമില്ലാത്ത കള്ളസാക്ഷികളായിരിക്കുമെന്ന് ഉറപ്പാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കി തള്ളുന്ന, പരലോക വിശ്വാസമില്ലാത്ത, അതോടൊപ്പം അള്ളാഹുവിന് പങ്കാളികളെ, സമന്മാരെ ഉണ്ടാക്കുന്ന ആളുകൾ മാത്രമേ അങ്ങനെ സാക്ഷി പറയാൻ മുന്നോട്ട് വരൂ. അതുകൊണ്ട് തന്നെ അവരുടെ സാക്ഷ്യം തള്ളിക്കളയണം, അവരുടെ ഇംഗിതത്തിന് വഴങ്ങുകയും ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു ഉപദേശിക്കുകയാണ്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹലുമ്മ ശുഹദാഅകും അല്ലദീന യശ്ഹദൂന അന്നല്ലാഹ ഹറമ ഹാദാ ഫഇൻ ശഹിദൂ ഫലാ തശ്ഹദ് മഅഹും വലാ തത്തബിഅ അഹ്വാഅ അല്ലദീന കസ്സബൂ ബിആയാതിനാ വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി വഹും ബിറബ്ബിഹിം യഅദിലൂൻ. ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞേക്കൂ, അവരോട് പ്രഖ്യാപിച്ചേക്കൂ, ഹലുമ്മ, നിങ്ങൾ കൊണ്ടുവരൂ,
ശുഹദാഅക്കും നിങ്ങളുടെ സാക്ഷികളെ, ഹലുമ്മ നിങ്ങൾ ഹാജരാക്കൂ, നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങളുടെ സാക്ഷികളെ. അല്ലദീന യശ്ഹദൂന എങ്ങനെയുള്ളവരാണവർ? യശ്ഹദൂന അവർ സാക്ഷ്യം വഹിക്കുന്നു, അന്നല്ലാഹ ഹറമ ഹാദാ അള്ളാഹുവാണ് നിങ്ങൾ ഈ പറയുന്നതൊക്കെ നിഷിദ്ധമാക്കിയത് എന്ന് സാക്ഷ്യം വഹിക്കുന്ന സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരൂ. അതിനാരും കൊണ്ടുവരാൻ കഴിയില്ല. ഇനി ആരെങ്കിലും അങ്ങനെ സാക്ഷി പറയാൻ രംഗത്ത് വന്നാൽ ഫഇൻ ശഹിദൂ, ഇനി അവർ കള്ളസാക്ഷ്യം പറയുന്നുവെങ്കിൽ, പറയുകയാണെങ്കിൽ പിന്നെ കള്ളസാക്ഷിയല്ലേ പറയുള്ളൂ, കാരണം ശരിയായ സാക്ഷി നിൽക്കാൻ ആർക്കും കഴിയില്ല ആ വിഷയത്തിൽ. ഇനി അവർ അങ്ങനെ കള്ളസാക്ഷിത്വം പറയുകയാണെങ്കിൽ ഫലാ തശ്ഹദു മഅഹും, താങ്കൾ അവരോടൊപ്പം സാക്ഷിയാവരുത്, സഹകരിക്കരുത്. വലാ തത്തബി അഹ്വാഅ അല്ലദീന കസ്സബു ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച ആളുകളുടെ തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റുകയും ചെയ്യരുത്. അഹ്വാ എന്ന് പറഞ്ഞാൽ സ്വേച്ഛകൾ, തന്നിഷ്ടങ്ങൾ. പിന്നാരുടേതും വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെയും താങ്കൾ പിൻപറ്റരുത്, അവരുടെ തന്നിഷ്ടങ്ങളെയും താങ്കൾ പിൻപറ്റരുത്. വഹും ബിറബ്ബിഹിം യഅ്ദിലൂൻ, അല്ലാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കുന്ന, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവരുടെ തന്നിഷ്ടങ്ങളെയും താങ്കൾ പിൻപറ്റരുത് എന്ന് ചുരുക്കം. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവരായി പരലോക വിശ്വാസമില്ലാത്ത നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്ന ആളുകളുടെ അഹ്വാകളെ, തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റിയേക്കരുത്. ഈ ആയത്ത് എല്ലാവർക്കും കണക്ക് താക്കിയതാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തുള്ള പല ആളുകൾക്കും. ദീനിനെതിരെ തിരിയുന്ന ആളുകൾക്കൊപ്പം കൂട്ടുകൂടുക, എന്നിട്ട് ആളുകളെ കയ്യടി കിട്ടാൻ വേണ്ടി ശരീഅത്തിനെ അടക്കം പുച്ഛിച്ചു തള്ളുക, സന്ദർഭങ്ങൾക്കനുസരിച്ച് നിറവും കോലവും മാറുക, അങ്ങനെ കുറെ ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. കാര്യലാഭങ്ങൾക്ക് വേണ്ടി ദീന് വിറ്റിട്ട് ദുന്യാവുണ്ടാക്കുക. എന്തിനാണ് ആ പണിക്ക് നിൽക്കുന്നത്? വേറെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കാശുണ്ടാക്കി കൂടെ ദീന് വിൽക്കാൻ നിൽക്കണോ? അള്ളാഹുവിന്റെ ആയാത്തുകൾ നിഷേധിക്കുക, അത് നിഷേധിക്കുന്ന ആളുകളെ കൂടെ കൂടുക, എന്നിട്ട് താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ശരീഅത്തിനെ അടക്കം പുച്ഛിച്ചു തള്ളുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. 151-ാമത്തെ ആയത്തിലേക്ക് നോക്കൂ. ഇതുവരെ നമ്മൾ പഠിച്ച ചില ആയത്തുകളിൽ മുശ്രിക്കുകളുടെ പല ദുരാചാരങ്ങളെയും വാദങ്ങളെയും കുറിച്ച് അള്ളാഹു തആല പറഞ്ഞു. അള്ളാഹു നിഷിദ്ധമായി നിയമിക്കാത്ത പലതും നിഷിദ്ധമാക്കിയ അവരുടെ നടപടികൾ, അതേപോലെ മതത്തിന്റെ പേരിൽ വെച്ച് കിട്ടിയതൊക്കെ അള്ളാഹു തആല തുറന്നുകാട്ടി. ഇനി അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഊന്നി പറയുകയാണ്. എന്താണെന്നറിയോ? ഹലാല് ഹറാം തുടങ്ങിയ മതത്തിന്റെ നിയമങ്ങൾ, ഇത് തന്നിഷ്ടത്തിനൊത്ത് അവർ തീരുമാനിച്ചിരുന്നത് പോലെ മനുഷ്യന് അതിന് അധികാരമില്ല. മതനിയമങ്ങൾ സ്വന്തം ഉണ്ടാക്കാൻ മനുഷ്യന് അധികാരമില്ല. നിഷിദ്ധമായതേത്, അനുവദനീയമായതേത് ഏത്, ഇതെല്ലാം അല്ലാഹു തആല കൃത്യമായി നിർണയിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിഷിദ്ധമായത് ഏതൊക്കെയാണ് എന്നാണ് ഇനി 151-ൽ പറയുന്നത്. കാലദേശ വ്യത്യാസമില്ലാതെ മനുഷ്യനുമേൽ അള്ളാഹു നിഷിദ്ധവും നിർബന്ധവുമാക്കി കൽപ്പിച്ച അടിസ്ഥാന പ്രാധാന്യമുള്ള ശാസനകൾ ഏതൊക്കെയാണ് എന്ന് നബിയെ നിങ്ങൾ അവർക്ക് ഓതിക്കേൽപ്പിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം സാമാന്യ ബോധം കൊണ്ട് തന്നെ മനുഷ്യൻ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാലും ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പിന്നീട് നിങ്ങൾ ഒഴിവ് കഴിവ് പറയാതിരിക്കാൻ വേണ്ടി അള്ളാഹു തആല വിശദീകരിച്ചു തരികയാണ് എന്നും പറയുന്നു. നമുക്ക് ആയത്ത് പഠിച്ചതിന് ശേഷം വിശദീകരിക്കാം. 151-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ് നഹ്നു നർസുഖുക്കും വഇയ്യാഹും ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون. قل നബിയെ നിങ്ങൾ അവരോട് പറഞ്ഞേക്കൂ, തആലൂ നിങ്ങൾ വരൂ, അത്ലു ഞാൻ ഓതിത്തരാം, മാ ഹറമ റബ്ബുക്കും അലൈക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റബ്ബ് നിഷിദ്ധമാക്കിയതെന്ന് ഞാൻ ഓതിത്തരാം. മതനിയമങ്ങൾ സ്വന്തം ഓരോരുത്തരും തീരുമാനിക്കാൻ പറ്റുന്ന സംഗതികളല്ല. എന്താണ് റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയതെന്ന് വരൂ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. എന്താണ് അതിങ്ങനെ എണ്ണി പറയുകയാണ്. ഇനി അല്ലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അള്ളാഹുവിനോട് ആരെയും പങ്കു ചേർക്കരുത്. അതാണ് ഒന്ന്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മയും ചെയ്യണമേ. വലാ തഖ്തുലൂ ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. മിൻ ഇംലാഖിൻ, ദാരിദ്ര്യം പേടിച്ചുകൊണ്ട്.
നഹ്നു നർസുഖുക്കും, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് നാമാണ്, വയ്യാഹും, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണത്. അതുകൊണ്ട് നിങ്ങൾ അവരെ കൊന്നുകളയരുത്. വലാ തഖ്റബുൽ ഫവാഹിഷ, നിങ്ങൾ വേണ്ടാത്തരങ്ങളെ സമീപിക്കരുത്. മാ വഹറ മിൻഹാ വമാ ബത്തന, പരോക്ഷമായതും പ്രത്യക്ഷമായതുമായ, രഹസ്യമായതും പരസ്യമായതുമായ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു ശരീരത്തെ നിങ്ങൾ കൊല്ലരുത്. ഇല്ലാ ബിൽ ഹഖ്, ന്യായം കൂടാതെ, അന്യായമായി ആരെയും നിങ്ങൾ വധിക്കരുത്. ദാലികും, ഇതൊക്കെ വസ്വാകും ബിഹി, അല്ലാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്ത് പറയുകയാണ്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ശരിയായി ചിന്തിച്ച് ഗ്രഹിക്കാൻ വേണ്ടി, നിങ്ങൾ ശരിയായി ചിന്തിച്ച് ഗ്രഹിക്കാൻ വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് ഇതൊക്കെ എന്നർത്ഥം. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും, വളരെ സ്നേഹപൂർവ്വം അല്ലാഹു നിഷിദ്ധമാക്കി എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാൻ, വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെയാണ് ഈ പ്രഖ്യാപനം തുടങ്ങുന്നത്. ഇവിടെ നിഷിദ്ധമാക്കപ്പെട്ടത് മാത്രമല്ല പറയുന്നത്, നിർബന്ധമായ മറ്റു ചില കടമകൾ കൂടി ഇതിനുള്ളിൽ കൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, ചേർത്ത് പറയുന്നുണ്ട്. അത് ഒരേ പട്ടികയിൽ രണ്ടും കൂടി മിക്സാക്കി പരസ്പരം ബന്ധപ്പെടുത്തി പറയുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആകട്ടെ, നമുക്ക് നോക്കാം ഈ ആയത്തുകളിൽ അടങ്ങിയ കൽപ്പനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ശിർക്ക് ചെയ്യരുത്. അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, ഏറ്റവും വലിയ കൊടിയ പാപമാണല്ലേ, പുറത്തു കൊടുക്കുകയില്ല എന്ന് അല്ലാഹു തആല തെളിച്ചു പറഞ്ഞ തെറ്റാണത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ആ വിഷയം പറഞ്ഞു. മറ്റു പലയിടത്തും പാപങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം എണ്ണുന്നതും ശിർക്ക് തന്നെയാണ്. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ സത്തയിലോ അള്ളാഹുവിന്റെ പ്രവൃത്തിയിലോ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളിലോ നാമവിശേഷണങ്ങളിലോ അധികാരാവകാശങ്ങളിലോ അള്ളാഹുവിന് സമന്മാരെയോ പങ്കുകാരെയോ ഏർപ്പെടുത്തുക, ഇതാണ് ശിർക്ക്. രണ്ടു തരം ശിർക്കുണ്ട് എന്നാണ്, ശിർക്കുൽ അസ്ഗറു വശിർക്കുൽ അക്ബർ. തീരെ പൊറുക്കൂല എന്ന് പറഞ്ഞത് വലിയ ശിർക്കാണ്. അതിപ്പോ നമ്മളാരും ചെയ്യുന്നില്ല, അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരട്ടെ. നമ്മൾ ജനിച്ചപ്പോഴേ മുസ്ലിങ്ങളാണ്, വലിയ നിഅമത്താണത്, വലിയ നിഅമത്താണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജോലിയല്ല, നമ്മുടെ സമ്പത്തല്ല, ശരീരമല്ല, ആരോഗ്യമല്ല, ഒന്നുമല്ല, പരിശുദ്ധമായ ഹിദായത്ത്, ഈമാൻ എന്ന നിഅമത്താണ്. അവിശ്വാസികളായ ആളുകൾ വെച്ച് ചിന്തിക്കുമ്പോഴേ നമുക്കത് ബോധ്യപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മാതാപിതാക്കളും അവിശ്വാസികളായിരുന്നുവെങ്കിൽ നമ്മളും അവരെ പോലെ തന്നെയല്ലേ ആവുക? അള്ളാഹു തആല ഹിദായത്ത് തന്നില്ല എങ്കിൽ നമ്മളത് പഠിക്കാനോ മനസ്സിലാക്കാനോ മെനക്കെടുമായിരുന്നോ? ബൈ ബർത്ത് ജനിച്ചപ്പോഴേ അള്ളാഹു തആല നമുക്ക് ഹിദായത്ത് തന്നു, നമ്മൾ മുസ്ലിങ്ങളായി, മാഷാ അല്ലാഹ്. അത് കളഞ്ഞു കുളിക്കാതെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. വലിയ നിഅമത്താണ്. ആ നിഅമത്ത് നമ്മൾ അംഗീകരിക്കണം, ശുക്ർ ചെയ്യണം, മനസ്സിലാക്കണം. ശരി, മറ്റേ ശിർക്ക്, അതായത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞത് നമ്മളെമ്പാടും ചെയ്യുന്ന ഒരു ശിർക്കാണ്. അശ്ശിർക്കുൽ അസ്ഗർ, റിയാ അതിൽപ്പെട്ടതാണ്. ലോകമാന്യം ചെയ്യുന്ന അമലുകൾ ആളുകൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടാവുക, ആളുകൾ ഞാൻ വലിയ ആളാന്ന് അറിയട്ടെ, മനസ്സിലാക്കട്ടെ. നമ്മൾ പെട്ടുപോകുമോ എന്ന് നമ്മളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ച സംഗതിയാണത്. അവിടെ നിന്ന് പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. നിങ്ങളെക്കുറിച്ച് ഞാൻ ഏറ്റവും പേടിക്കുന്ന ഒരു സംഗതി ശിർക്കുൽ അസ്ഗറാണ്, റിയാ എന്ന് പറഞ്ഞതാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. ആളെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ആ ആള് കാണാന്നുള്ള ഗുണം അതിനുണ്ടാവുള്ളൂ. റബ്ബിന്റെ അടുത്ത് എന്നാൽ ഒന്നും ഉണ്ടാവില്ല, അത് അപ്പാടെ പോയി പോകും. എന്താ ആളുകളെ കണ്ട് നമുക്ക് കിട്ടാനുള്ളത്? നമുക്ക് അള്ളാന്റെ അടുത്തിന്റെ കൂലി വേണ്ടത്, അതിന് മെനക്കെടുക. അതുകൊണ്ടാണ് ചില അമലുകൾ നിങ്ങൾ രഹസ്യമായി നിർവഹിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞത്. ഫർള് ജമാഅത്തിന് പള്ളിയിൽ പോകണം, പക്ഷെ സുന്നത്ത് നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചോളൂ. ഇപ്പൊ അത് നിസ്കരിക്കണുണ്ട്, നിങ്ങൾക്ക് റിയാ വരണ്ട, ആളുകൾ ലോകമാന്യം തോന്നണ്ട. ഏറ്റവും ഉത്തമം സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കലാണല്ലോ, അല്ലേ? അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നീട്ടി നിസ്കരിക്കാം, സുജൂദിൽ ഒരുപാട് സമയം കിടക്കാം, ആയത്തുകളും ഖുർആനും നമുക്ക് കരയാം, ഒക്കെ നമുക്ക് ചെയ്യാം. വീട്ടിൽ നിന്നാവുമ്പോൾ ആരും കാണൂല. പള്ളിയിലൊക്കെ കുറേ നീണ്ട സുജൂദ് ചെയ്യുകയാണെങ്കിൽ മനുഷ്യന്റെ ഉള്ളിൽ ഒരു തോന്നൽ വരില്ലേ, ഞാൻ വലിയ നിസ്കാരക്കാരാണ് ആൾക്കാർ കരുതിക്കോട്ടെ എന്ന് പിശാച് തോന്നിക്കാലോ. അതിനൊന്നും വേണ്ട, അതുകൊണ്ട് നിരാശ എടുത്തിട്ടുള്ളൂ. അതാണ് അവിടെയാണ് ഏറ്റവും ഉത്തമം വീട്ടിലാണ് സുന്നത്ത് നിസ്കാരത്തിന് നല്ലത് എന്ന് പറയാൻ കാരണം. ഫർദ് നിസ്കാരത്തിന് വേണ്ടി ഇജാഹിന്റെ അവസരം വരൂലല്ലോ, അതേതായാലും ചെയ്യേണ്ട സംഗതിയല്ലേ, എല്ലാവരും ചെയ്യേണ്ടതല്ലേ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഭാഗത്തോടെ ആളുകളെ കാണാവുന്ന ഒരു പരിപാടി നമ്മളൊക്കെ ഉണ്ടാവാൻ പാടില്ല, നമ്മൾ നീട്ടുണ്ടാവാൻ പാടില്ല. 40 കൊല്ലമൊക്കെ നോമ്പെടുത്തിട്ട് സ്വന്തം വീട്ടുകാർ വരെ അറിയാത്ത മഹാന്മാരായ ആളുകൾ
മരിച്ചു പോയിട്ടുണ്ട് മുൻഗാമികളെ കൂട്ടത്തിൽ. ദാവൂദ് ബിൻ അബീ ഹിന്ദ് റഹിമഹുല്ല 40 വർഷം സ്വന്തം പെരക്കാരറിയാതെ നോമ്പ് നോറ്റ ആളാണ്. രാവിലെ പോകുമ്പോൾ പെരക്കാർ ഭക്ഷണം കൊടുത്താക്കും, ഫുഡ് റെഡിയാക്കിയിട്ട് കൊടുത്താക്കും. അദ്ദേഹം എന്ത് ചെയ്യും? വഴിയിൽ അത് ആർക്കിലൊക്കെ കൊടുക്കും, സ്വതക്ക ചെയ്യും. ഉച്ചക്കൊന്നും കഴിക്കൂല. വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും. നോമ്പുകാരൻ 40 വർഷം. ഹസൻ റളിയല്ലാഹുവിന്റെ മകൻ അലി എന്നവർ മരണപ്പെട്ടപ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടപ്പോഴാണ് അറിയുന്നത് മദീനയിലെ 100 കുടുംബത്തിന് അദ്ദേഹം ചെലവിന് കൊടുത്തിരുന്നു, എത്തിച്ചിരുന്നു. ആരും ഇതറിഞ്ഞിട്ടില്ല. നമ്മളിന്നെല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും അറിയട്ടെ, കാണട്ടെ, ഞങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ ഫോട്ടോ സംസ്കാരമൊക്കെ ഏത് കണക്കിലപ്പെടുക? 4 ആൾ കാണാനല്ലേ ഇപ്പൊ അതൊക്കെ. ഒരു സപ്ലിമെന്റിൽ അല്ലെങ്കിൽ ഒരു ഫീച്ചറിൽ ഫോട്ടോ വരാന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് എല്ലാവർക്കും. അങ്ങനെ ഫോട്ടോ വന്നില്ലെങ്കിൽ ഒറ്റപ്പാടാണ്. സ്വാഗത പ്രസംഗത്തിൽ പേര് പറയാൻ വിട്ടുപോയാൽ പിന്നെ അതിനെതിരെ അമർഷവും അല്ലെങ്കിൽ ഒറ്റപ്പാടൊക്കെ ഉണ്ടാക്കും. എങ്ങനെങ്കിലും ഫേമസ് ആവണം, ഇതാണ് ചിന്ത. ഇത് റിയ അല്ലേ? വിവാദ പോസ്റ്റ് ഇട്ടിട്ടോ, വിവാദ ഫോട്ടോ ഇട്ടിട്ടോ, പാടിയിട്ടോ, എങ്ങനെയെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് സുഹൃത്ത് പേടിക്കണമെന്നാണ്, പ്രസിദ്ധനാകുന്നത് പേടിക്കണമെന്നാണ്. റിയാ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നമ്മളെ തർക്കമില്ല എന്നൊക്കെ തോന്നിയാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. യാ റബ്ബൽ ആലമീൻ. അങ്ങനെ വല്ല ചിന്തയും മനസ്സിൽ വന്നാൽ ഉടനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന് പറയണമെന്നാണ്. എനിക്കായിട്ടൊന്നുമില്ല, എല്ലാം അള്ളാഹു തന്നതാണ്, ഞാനെന്ത് ഒരു നിസ്സാരം, എല്ലാ കഴിവും റബ്ബിൻ്റെതാണ്. അങ്ങനെ പറഞ്ഞാൽ അസുഖം മാറിക്കിട്ടുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആകട്ടെ, രണ്ടാമതായി പറയുന്ന വിഷയം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിൽവാലിദൈനി ഇഹ്സാന. സ്രഷ്ടാവായ അള്ളാഹുവിനോടുള്ള പരമപ്രധാനമായ കടമയെക്കുറിച്ച് പറഞ്ഞ ഉടനെ പറഞ്ഞ കാര്യം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. അപ്പോ അള്ളാഹുവിനുള്ള കടമ കഴിച്ചാൽ സൃഷ്ടികളായ നമുക്ക് ഏറ്റവും കടപ്പാട് ഉമ്മാനോടും വാപ്പാനോടും പറഞ്ഞു. ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ ഈ ഒരു വിഷയം പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രവൃത്തിക്ക് റബ്ബ് കൊടുത്ത സ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ പോലെ മാതാപിതാക്കളെ ഉപദ്രവിക്കരുത് എന്നോ മറ്റോ പറയാതെ അവർക്ക് നന്മ ചെയ്യണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അത് ഗൗരവമുള്ളൊരു പ്രയോഗമാണ്. അവരോടുള്ള കടപ്പാടിന്റെ ഗൗരവം മനസ്സിലാക്കി തരാനാണ് അങ്ങനെ പ്രയോഗിച്ചത്. മാതാപിതാക്കളെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം പോരാ, സാധ്യമാകുന്ന എല്ലാ നന്മകളും എങ്ങനെയും ഏതും ചെയ്തു കൊടുക്കണം. ഉപദ്രവിക്കുന്നതിന് വലിയ പാപമാണ്, അത് പറയേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ തെറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിക്കായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഇശ്റാഖു ബില്ലാഹി വ ഉഖൂഖുൽ വാലിദൈൻ, ശിർക്ക് ചെയ്യലും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലുമാണ്. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ. ഇന്ന് ദേഷ്യത്തോടെ നോക്കാൻ പോലും പറ്റൂല എന്ന് ഉമ്മാന്റെയും ബാപ്പാന്റെയും നേരെ. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന വാക്ക് അവരോട് പറയരുത് എന്ന ആയത്തിന്റെ തഫ്സീറിൽ അങ്ങനെ വാക്ക് പറയണമെന്നില്ല. ആ വാക്ക് മനസ്സിലുള്ള ഒരു പ്രതിഫലനം മുഖത്ത് വരാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഉമ്മാനോടും ബാപ്പാനോടും ഒരു വെറുപ്പുള്ള ഒരു രംഗം പോലും നമ്മുടെ മുഖത്ത് കാണാൻ പാടില്ല. അതാണ് വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന് പറഞ്ഞത്. അങ്ങനെ പറയരുതെന്ന് മാത്രമല്ല, നമ്മുടെ മുഖത്തിൽ അഭിലാഷം വെറുപ്പൊക്കെ തോന്നാൻ പാടില്ല. എങ്ങനെയൊക്കെ ബഹുമാനിക്കാൻ കഴിയോ അങ്ങനെയൊക്കെ അവരെ ബഹുമാനിക്കണം. അവരെ മുന്നിൽ നടക്കരുത്, അവർ വരുമ്പോൾ എഴുന്നേൽക്കണം. അങ്ങനെ എന്തെല്ലാം ബഹുമാനങ്ങളുണ്ട് അതൊക്കെ വെച്ചു കൊടുക്കണം. ഇന്നപ്പോൾ എഴുന്നേൽക്കണമെന്നില്ലല്ലോ. എന്നെ ബാക്കി കയറി വരുമ്പോൾ മക്കൾ മൊബൈലിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ വല്ല അബദ്ധവും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഉമ്മാനോടും ബാപ്പാനോടും പൊരുത്തപ്പെടുത്തിക്കണം. പല നിലക്കും നമ്മൾ ബോധമില്ലാത്ത വിവരമില്ലാത്ത സമയത്ത് കാലത്ത് പ്രായത്തിൽ ഇടങ്ങാറാക്കിയിട്ടുണ്ടാവൂലേ? അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അറിയാതെയാണെങ്കിലും പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. മരണപ്പെട്ടു പോയ ഉമ്മയും ബാപ്പയും ആണെങ്കിൽ മനസ്സറിഞ്ഞ് അവർക്ക് കൊണ്ട് ദുആ ചെയ്ത് അവരുടെ ഖബറുകൾ പോയി സിയാറത്ത് ചെയ്ത് അവരുടെ പൊരുത്തം ആവശ്യപ്പെടുക. അള്ളാഹു തആല സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ആളുകൾ അത് ഇപ്പൊ തന്നെ പൊരുത്തപ്പെടിപ്പിക്കുക, എന്നിട്ട് ഇനിയുള്ള ജീവിതം നന്നാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തെങ്കിലും വിഷയത്തിൽ അവരോട് നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടാത്തരങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല നമുക്ക് മാപ്പ് ചെയ്തു തരട്ടെ. അവർക്ക് പൊരുത്തപ്പെടാൻ മനസ്സ് അള്ളാഹു തആല കൊടുക്കട്ടെ. നമ്മളെ ആളുകൾ പലരും അറിയാതെയാണെങ്കിലും ഉമ്മാനെയും ബാപ്പാനെയും ശപിക്കുന്ന ആളുകളാണ്.
അങ്ങനെ പറയുമ്പോൾ അത്ഭുതപ്പെടണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് അത്ഭുതപ്പെട്ടു. സ്വന്തം ഉമ്മാനും ബാപ്പനും ഒരാൾ ശപിക്കേ. അപ്പൊ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഒരാള് എന്തെങ്കിലും വിഷയം ഉണ്ടാവുമ്പോൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റേ ആളെ വാപ്പാനെ ചീത്ത പറയും. അപ്പൊ അവനെന്ത് ചെയ്യും? ഇവന്റെ വാപ്പാനെ ചീത്ത പറയും. ഇവൻ അവന്റെ ഉമ്മാനെ ചീത്ത പറയും, അവൻ ഇവന്റെ ഉമ്മാനെ ചീത്ത പറയും. അതുപോലും ഉണ്ടാവരുത്. എന്നത് സാർവത്രികല്ലേ അല്ലേ? വാപ്പാക്കും ഉമ്മാക്കുള്ള വിളി ഇന്ന് സാർവത്രികമാണ്. എന്തൊരു വിഷയം ഉണ്ടായാലും ഉമ്മാന്റെ വാപ്പാന്റെ പേര് പറയും. അപ്പൊ അവൻ ഇവന്റെ ഉമ്മാന്റെ വാപ്പാനെ ചീത്ത പറയും. നമ്മൾ അറിയാതെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. ശ്രദ്ധിക്കണം നമ്മൾ. മാതാപിതാക്കളുടെ നന്മ അവർ മരണപ്പെട്ടതിന് ശേഷവും മുറിയാൻ പാടില്ല, നിർത്താൻ പാടില്ല എന്നാണ്. കാരണം ആ സമയത്താണ് അവർ നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരാകുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ ആവശ്യം അവർക്ക് അവർ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ആരെങ്കിലൊക്കെ കിട്ടിയെന്ന് വരും, എവിടെന്നെങ്കിലൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ മരണപ്പെട്ട ഖബറിലായിരിക്കുന്ന സമയത്ത് സ്വന്തം മക്കളല്ലാതെ ആരവരെ സഹായിക്കുള്ളത്? അവർ ഒറ്റക്കല്ലേ ഖബറിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട്, എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മയും ബാപ്പയും മരിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് എന്തെങ്കിലും കടപ്പാട് അവരോടുണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഉണ്ട്, അവർക്കൊണ്ട് ദുആ ചെയ്യണം, അവർക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം, അവരുടെ എന്തെങ്കിലും പ്രതിജ്ഞകളോ വസിയത്തുകളോ ഉണ്ടെങ്കിൽ നടപ്പാക്കണം, അവർ മുഖേനയല്ലാതെ ചേർക്കപ്പെടാത്ത കുടുംബ ബന്ധങ്ങളുണ്ടാവും, അത് നിങ്ങൾ ചേർക്കണം, അവരുടെ ചങ്ങാതിമാരെ സ്നേഹിതന്മാരെ നിങ്ങൾ ആദരിക്കാൻ ബഹുമാനിക്കണം. ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും എപ്പോഴും ദുആ ചെയ്യും. മരണപ്പെട്ടു പോയവരാണെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഓതി ഹദിയ ചെയ്യുക, ഒരു ഫാത്തിഹയെങ്കിലും മിനിമം. യാസീനാണെങ്കിൽ മാഷാ അല്ലാഹ് നന്നായി. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിന്റെയും നന്മകൾ ഒരു ഭാഗം അവർക്ക് ഹദിയ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ പഠിപ്പിക്കുന്ന ഈ കേൾക്കുന്ന ഈ ക്ലാസിന്റെ നന്മ, ഇതിന്റെ ഗുണം നമ്മുടെ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതോടൊപ്പം കൂട്ടത്തിൽ നമ്മൾ ദുആ ചെയ്യണം നമ്മുടെ വല്ലിപ്പമാർക്കും വല്യമ്മമാർക്കും. അവർക്കും വേറെ ആരുമില്ലല്ലോ. നമ്മുടെ വല്ലിപ്പാരും വല്യമാരും ഖബറിലാണ്. ആ സമയത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നത് നമ്മുടെ വാപ്പമാരാണ്, ഉമ്മമാരാണ്. പക്ഷെ അവരും ഇപ്പൊ മരണപ്പെട്ടു പോയി. ഇനി അവർക്ക് ആരാ ദുആ ചെയ്യാനുള്ളത്? നമ്മളല്ലാതെ. അപ്പൊ വാപ്പ, ഉമ്മ, വല്ലിപ്പ, വല്യമ്മ ഇവർക്കൊക്കെ നമ്മൾ ദുആ ചെയ്യുക. കുടുംബക്കാർക്ക് തന്നെ നമ്മുടെ മക്കളെയും കൂടെ കൂട്ടുക. അവരും പഠിച്ചത് ഓതിയിട്ട് ഈ പറയപ്പെട്ട ആളുകൾക്ക് ഹദിയ ചെയ്യാൻ അവർ പ്രേരിപ്പിക്കുക. എന്നാലല്ലേ അവർക്ക് ആ ബോധം ഉണ്ടാവുള്ളൂ, ശീലം ഉണ്ടാവുള്ളൂ. മയ്യിത്ത് നിസ്കരിക്കാൻ കഴിയാത്ത, ഒന്ന് ദുആ ചെയ്യാൻ കഴിയാത്ത മക്കളുണ്ടായിട്ട് എന്താ കാര്യം? അതൊന്നും മക്കളെ ശീലിപ്പിക്കണം. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് ഉപകാരപ്പെടുന്ന 3 സംഗതികൾ എണ്ണിയതിൽ ഒന്ന് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവനോട് ദുആ ചെയ്യുന്ന സ്വാലിഹായ കുട്ടി എന്നാണ്. മക്കളെ പഠിപ്പിക്കണം. ഇനി മാതാപിതാക്കൾക്ക് എങ്ങനെ ദുആ ചെയ്യണം എന്നുകൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു. നിങ്ങൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്നെ ചെറുപ്പകാലത്ത് എങ്ങനെയാണോ എൻ്റെ മാതാപിതാക്കൾ കാരുണ്യത്തോടെ നോക്കിയത്, അങ്ങനെ ഞാൻ അവർക്കും കരുണ ചെയ്ത് കൊടുക്കണമേ. അതിന്റെ ആ ലഫ്ള്, ആ സീഗ, ആ വേർഡ്, സെന്റൻസ് വരെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? ചെറുപ്പത്തിൽ എന്നോട് കാണിച്ചതുപോലെ. എന്താ നമ്മൾ കാണിച്ചത്? എൻ്റെ മോൻ വളരണം, എൻ്റെ മോള് വളരണം, മരിച്ചു പോകരുത്, ഒരു പ്രയാസം ഉണ്ടാവരുത് എന്നൊക്കെ കരുതിയിട്ടാണ് ഭക്ഷണം തന്നത്. അതേപോലെ നമ്മൾ റഹ്മത്ത് കാണിക്കണം. അവർക്ക് പ്രായമാകുമ്പോൾ ഇനി കുറച്ചു കാലം കൂടിയുള്ളൂ, അതുവരെ അവിടെ കൊടുക്കുക, അതുവരെയാണ് നോക്കിയാൽ പോരെ എന്ന ചിന്ത മനസ്സിൽ വരരുത്. എങ്ങനെയെങ്കിലും ഒരുപാട് ദീർഘായുസ് ഉണ്ടാവണമെന്ന ചിന്തയോടെ ഉമ്മാനെയും ഉപ്പാനെയും പ്രായാധിക്യത്തിലുള്ളവരെ നമ്മൾ പരിചരിക്കണം. സുബ്ഹാനല്ലാഹ്. കുറച്ചു കഴിഞ്ഞാൽ മരിച്ചു പോരെന്ന് കരുതരുത് എന്നർത്ഥം. ഇനി അവർ നമ്മളോട് എന്തെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്ന പെരുമാറ്റമാണ് ഇങ്ങോട്ട് കാണിക്കുന്നതെന്ന് നോക്കുക. എങ്കിൽ പോലും അത് എത്ര ഗൗരവമുള്ള വിഷയമായിരുന്നാലും ശരി, അവരെ നമ്മൾ അങ്ങോട്ട് കുറ്റപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. അവരോട് നമ്മുടെ പെരുമാറ്റം മാന്യം തന്നെയായിരിക്കണം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മൾ വന്ന പാളിച്ച് പുറത്തു വരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കമാ റബ്ബൗനാ സിഗാർ. ആമീൻ റബ്ബൽ ആലമീൻ. റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സിഗാർ. കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഏതാണ് എന്ന് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലും, പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞത്.
അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മൂന്നാമതായി അള്ളാഹു നമ്മളോട് പറയുന്നത്, ദാരിദ്ര്യം നിമിത്തം നിങ്ങൾ മക്കളെ കൊല്ലരുത്. മാതാപിതാക്കളെ പറ്റി പറഞ്ഞ ശേഷം മക്കളുടെ കാര്യം പറഞ്ഞു. മനുഷ്യനെ കൊല്ലുക എന്നതിന് വലിയ തെറ്റാണ്. അത് സ്വന്തം മക്കളെ കൂടിയാകുമ്പോഴോ എത്രമാത്രം ക്രൂരതയാണല്ലേ. അതും ദാരിദ്ര്യം പേടിച്ചിട്ട് കൂടിയാകുമ്പോഴോ ഗൗരവം കൂടാണ്. എല്ലാ ജീവികൾക്കും ആഹാരം നൽകുക എന്നത് അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള ബാധ്യതയാണ്. ആ ബാധ്യത അവൻ നിർവഹിക്കുമോ ഇല്ലേ എന്നൊരു വിശ്വാസക്കുറവ്. ആഹാരമൊക്കെ കിട്ടുന്നത് ഞാൻ അധ്വാനിച്ചിട്ട് മാത്രമാണ് എന്നൊരു തെറ്റായ ബോധം, പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറാകാതിരിക്കുക, സ്വന്തം മക്കളെ കൊന്നിട്ടാണെങ്കിലും അവനവന്റെ ജീവിതം സുഖകരമാകണം എന്നുള്ള വ്യാമോഹം അല്ലെങ്കിൽ ദുർമോഹം, അതിമോഹം, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ സ്വന്തം മക്കളെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. സത്യത്തിൽ ആ വധിക്കപ്പെടുന്ന കുട്ടികൾക്ക് മാത്രമല്ല, അത് ചെയ്യുന്ന ഉമ്മാക്കും വാപ്പാക്കും ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹു അല്ലേ. ഒരു പക്ഷേ ആ കുട്ടി ജീവിച്ചിരുന്നാലായിരിക്കാം ഈ ഉമ്മാക്കും വാപ്പാക്കും കൂടുതൽ ബറക്കത്തും ഭക്ഷണം ലഭിക്കുന്നത്. അതുപോലെ ആ കുട്ടിയെ വധിച്ചതിന് ശേഷം ദാരിദ്ര്യം കൂടാനും സാധ്യതയല്ലേ. അപ്പൊ ദാരിദ്ര്യം പേടിച്ചിട്ടൊരു കുട്ടിയെ കൊല്ലാന്നാണ് എന്ത് ന്യായമുള്ളത്? ഇതൊക്കെയാണ് നഹ്നു നർസുഖുക്കും വഇയ്യാഹും, നിങ്ങൾക്ക് ആഹാരം തരുന്ന നമ്മളാണ്, അവർക്കും ആഹാരം തരുന്ന നമ്മളാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. റിസ്ക് ഭക്ഷണം ഉണ്ടാവില്ല എന്ന് പേടിച്ചിട്ട് അതിന് നിങ്ങൾ ദാരിദ്ര്യം പേടിച്ചിട്ടൊന്നും കുട്ടികളെ കൊല്ലരുത്. അങ്ങനെയാണെങ്കിൽ അല്ലാതെ ആയിക്കൂടെ. ശേഷം അവസ്ഥകൾ പല കോലത്തിൽ മാറി മറിഞ്ഞു വരാലോ. ഇനി പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം. മക്കളെ ഇങ്ങനെ കൊല്ലുന്ന വിഷയവുമായി ബന്ധപ്പെട്ട അല്ലാഹു തആല ഇവിടെയും വേറൊരു സ്ഥലത്തും നടത്തിയൊരു പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുക്കും വഇയ്യാഹും എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് നിലവിലുള്ള ദാരിദ്ര്യം നിലവിലുണ്ട്, ആ ദാരിദ്ര്യം മുൻനിർത്തി മക്കളെ കൊല്ലുന്നതിനെ പറ്റിയാണ് ഇവിടെ അല്ലാഹു തആല പറഞ്ഞത്. ആ കുടുംബത്തിൽ ദാരിദ്ര്യമുണ്ട് എന്നർത്ഥം. ദാരിദ്ര്യം, രോഗം, വിഷമങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ഒരു മനുഷ്യൻ ആകെ പീഡിക്കൂലേ, സ്വന്തം കാര്യത്തിൽ വല്ലാതെ ബേജാറാവില്ലേ. എനിക്കിപ്പോ ദാരിദ്ര്യമില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് രോഗമില്ലായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഒക്കെ വേണ്ടി പണിയെടുത്തവരെ അവർക്ക് ഭക്ഷണം കൊടുക്കാലോ എന്നൊക്കെ ചിന്തിച്ച് മനുഷ്യൻ അസ്വസ്ഥനാവില്ല, എന്തിനും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ അല്ലേ. അപ്പൊ അങ്ങനെ ആ നിലവിലുള്ള ദാരിദ്ര്യം മുന്നിൽ കണ്ട് സംസാരിക്കുന്ന പശ്ചാത്തലമായതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് നാം ഭക്ഷണം തരുന്നു, നഹ്നു നർസുഖുക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് വഇയ്യാഹും, അവർക്ക് എന്ന് പിന്നീട് പറഞ്ഞു. നിലവിലുള്ള ദാരിദ്ര്യം മുന്നിൽ കണ്ട് സംസാരിക്കാം. അപ്പൊ നിങ്ങളെ കുറിച്ച് പേടിക്കേണ്ട, കാരണം നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാണ്. ഇനി ദാരിദ്ര്യം പേടിച്ചിട്ട് അവരെ കൊല്ലാണ്ട, കാരണം അവർക്ക് ഭക്ഷണം കൊടുക്കും നമ്മളാണ്. മനസ്സിലായല്ലോ. ഇനി സൂറത്തുൽ ഇസ്രായിൽ 31-ാമത്തെ ആയത്തിൽ ഭാവിയിൽ ദാരിദ്ര്യം വരുമോ എന്ന പേടി കൊണ്ട് മക്കളെ കൊല്ലുന്നതിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും. അവിടെ അങ്ങനെ പറഞ്ഞു, ദാരിദ്ര്യം പേടിച്ച് നിങ്ങളെ കുട്ടികളെ കൊല്ലരുത്. നഹ്നു നർസുഖുഹും, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാണ്, വഇയ്യാകും, നിങ്ങൾക്കും. അപ്പൊ നിങ്ങൾക്ക് എന്നുള്ളത് രണ്ടാമതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ആദ്യം ഭക്ഷണം കൊടുത്ത കാര്യം മക്കളെ കുറിച്ചാണ്. ദാരിദ്ര്യം അവിടെ ഇല്ല, ഇനി വരുമോ എന്ന പേടിയാണ്. അങ്ങനെ മക്കൾ പട്ടിണി കിടക്കേണ്ടി വരുമോ? ആ ഭയവും നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന ആ കുട്ടികളുടെ ഭക്ഷണക്കാര്യവും നമ്മുടെ അടുക്കലാണ്. അതുകൊണ്ടാണ് അവർക്ക് നാമാണ് ഭക്ഷണം നൽകുന്നത് എന്ന് ആദ്യം പറഞ്ഞിട്ട് അവരുടെ കാര്യത്തിന് മുൻഗണന നൽകിയത്. അതായത് നിങ്ങൾക്ക് മാത്രമല്ല, അവർക്ക് കൂടി നാമാണ് നമ്മൾ ചെയ്തുകൊള്ളും, പേടിക്കേണ്ടതില്ല. അപ്പൊ ഒരേ കാര്യത്തെക്കുറിച്ച് 2 ആയത്തുകളിൽ വന്ന ഈ പ്രയോഗം അല്ലേ, ഒന്ന് മുന്തിച്ചും പിന്തിച്ചും പറഞ്ഞത് എത്രമാത്രം അർത്ഥസമ്പുഷ്ടമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോ അള്ളാഹു പറഞ്ഞ ആ ശാസന നമ്മൾ പഠിച്ചു, നിങ്ങൾ മക്കളെ കൊല്ലരുത്, ദാരിദ്ര്യം പേടിച്ചിട്ട് കൊല്ലരുത്. ഇതൊക്കെയാണ് കേൾക്കുന്ന, സ്വന്തം മക്കളെ കൊല്ലേ, അതൊക്കെ ജാഹിലിയ്യക്കാരുടെ പണിയല്ലേ എന്നൊന്നും പറയാൻ നിൽക്കണ്ട. നമ്മളും അത് ചെയ്യുന്നുണ്ട്. ഈ അബോർഷനൊക്കെ ഏത് വകുപ്പിലപ്പെടുക? അബോർഷൻ നമ്മുടെ കോമിൽ തന്നെ ഈ പണിയൊക്കെ ചെയ്യാറില്ലേ? കുടുംബാസൂത്രണം എന്ന് പേര് പറഞ്ഞറിയില്ല, മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് എത്രയോ കുഞ്ഞുങ്ങളെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ കൊല്ലാറുണ്ട്. കുടുംബാസൂത്രണമൊന്നും വേണ്ട. ദാരിദ്ര്യമോ മറ്റോ ഒക്കെ പേടിച്ചിട്ട് സന്താന നിയന്ത്രണം നടപ്പിലാക്കിയ പല രാജ്യങ്ങളും ആ നയത്തിൽ നിന്ന് പിറകോട്ടടിച്ചിട്ടുണ്ട്. പല ജോലിക്കും ആളെ കിട്ടാതെ പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്.
ദീനിന്റെ കാഴ്ചപ്പാട് നമ്മൾ ശ്രദ്ധിക്കണം. വിഭവങ്ങൾ നൽകുന്നതും എല്ലാം റബ്ബാണ്. അതുകൊണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് നന്നായി പ്രസവിക്കുന്ന പെണ്ണിനെ തന്നെ നോക്കി കെട്ടണം എന്നത് ദീനിന്റെ കാഴ്ചപ്പാടാണ്. കുട്ടികൾ കൂടുതലുണ്ടായി എന്ന് വിചാരിച്ച് ദാരിദ്ര്യം വരിക, അതിനൊരു ചാൻസേ ഇല്ല. അള്ളാഹുവിൽ എല്ലാവരുടെയും ഭക്ഷണം ഏറ്റെടുത്ത കാര്യമാണ്. പിന്നെ ഏറ്റക്കുറച്ചിൽ വേണ്ട, അതിൽ പിന്നെ വേറെ ഹിക്മത്തുകളുണ്ടാകും. കുട്ടികൾ കൂടിയാലോ ജനസംഖ്യ വർദ്ധിച്ചാലോ ഒന്നും ഭക്ഷണ ലഭ്യതയിൽ കുറവ് വരില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 10 കൊല്ലം മുമ്പുള്ള അവസ്ഥയും ഇപ്പോഴത്തെ ഭക്ഷണത്തിന്റെ അവസ്ഥയും, 10-15 കൊല്ലം മുമ്പുള്ള ഭക്ഷണത്തിന്റെ ലഭ്യതയും ഇപ്പോഴുള്ള ഭക്ഷണത്തിന്റെ ലഭ്യത ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാ കുറവ്? എന്തെങ്കിലും കുറവുണ്ടോ? ആളുകൾ കൂടിയിട്ട് കുറവുണ്ടോ? ഓരോ ഐറ്റംസ് തിന്ന് മടുത്തിട്ട് വലിച്ചെറിയാം, കൊട്ടിക്കളയാണ്. കുട്ടികൾക്ക് വേണ്ടാതായിക്കാണ് ഭക്ഷണം കൂടിയിട്ട്. ഫുഡ് വേസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അതിന്റെ കണക്കൊക്കെ പിന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ലോകാടിസ്ഥാനത്തിൽ ഓരോ നാട്ടിലും ഫുഡ് വേസ്റ്റിന്റെ കണക്ക്. യുനെപ് എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, ആ യുനെപ്പിന്റെ സൈറ്റിൽ പോയി നോക്കിയാൽ മതി, രാജ്യം തിരിച്ചു കിട്ടും ഫുഡ് വേസ്റ്റിങ്ങിന്റെ കണക്ക്. ഫുഡ് ബാക്കി വെച്ചാൽ ഫൈന് നിയമമുള്ള രാജ്യങ്ങളുണ്ട്. വേറെ പല രാജ്യങ്ങളിലും ഫുഡ് വേസ്റ്റ് ചെയ്തതിന് ശക്തമായ നിയമങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അത് വരണമല്ലേ? വന്നിട്ടെന്താ കാര്യം? ഇതൊക്കെ ചെയ്യുന്നത് കോഴയും കൈക്കൊക്കെ കൊടുത്ത് രക്ഷപ്പെടുകയും ചെയ്യും. അപ്പോ നമ്മൾ പറയുന്നത് ഭക്ഷണം ഇവിടെയുണ്ട്, അത് അള്ളാഹുവിൽ ഏറ്റെടുത്ത വിഷയമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം, ചില ആളുകൾക്ക് ചില വിഭവങ്ങൾ കിട്ടാത്തത് എന്താണെന്നറിയോ? അവരുടേത് കൂടി മറ്റു ചിലർ അന്യായമായി കൈവശപ്പെടുത്തിയത് കൊണ്ടാണ്. ഒരു നാട്ടിലെ മൊത്തം വിഭവങ്ങൾ ഏതാനും ചില മുതലാളിമാരുടെ കൈകളിൽ മാത്രം. നമ്മൾ എല്ലാ രാജ്യത്തും കാണുന്നതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ? മൊത്തം സമ്പത്ത് 2-3 ആളുടെ കയ്യിൽ. മുസ്ലിം നാടുകളിൽ അങ്ങനെ ഉണ്ടാവരുത് എന്ന നിഷ്കർഷതയുള്ളത് കൊണ്ടാണ് സക്കാത്ത് പോലെയുള്ള നിർബന്ധ ബാധ്യതകളും സദഖ പോലെയുള്ള മറ്റ് ചാരിറ്റി ഐച്ഛികമായ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നത്. ഒരു മുസ്ലിമായ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ലെന്ന. ഒരു മുസ്ലിമായ നാട്ടിൽ ഒരു ഫഖീർ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? അവിടെ ഒരു ഖനീ, ആ നാട്ടിലൊരു ധനികൻ അയാളെ പൈസ കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മുത്തവല്ലി ഷാറാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്. കാരണം ആ ധനികൻ അയാളെ നിർബന്ധ ബാധ്യത വീട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ വീട്ടിയിരുന്നുവെങ്കിൽ സക്കാത്ത് കൃത്യമായി കൊടുത്തിരുന്നുവെങ്കിൽ ആ നാട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ആ ദാരിദ്ര്യ ഫഖീർ അവിടെ ഉണ്ടാവാൻ വകുപ്പില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. സ്വതക്ക പോകട്ടെ, സക്കാത്തെങ്കിലും നമ്മൾ കൃത്യമായി കൊടുത്തു പോന്നാൽ തന്നെ നമ്മുടെ നാടുകളെ പ്രശ്നം തീരും. നമ്മുടെ ഓരോ മഹല്ലത്തിലെയും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ ആളുകൾ ശരിക്ക് കണക്ക് കൂട്ടി ആ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് അർഹരായുള്ള സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ദാരിദ്ര്യം നമ്മുടെ നാട്ടിൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. അതിന് തയ്യാറല്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആട്ടെ, ഇനി നമുക്ക് അടുത്ത ശാസനം നോക്കാം. വലാ തഖ്റബുൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബതൻ. രഹസ്യവും പരസ്യവുമായ നീചവൃത്തികൾ നിങ്ങൾ സമീപിക്കരുത്. നീചവൃത്തികളെ നിങ്ങൾ സമീപിക്കരുത്. ഏത് തെറ്റുകൾ അടുത്തേക്ക് പോകരുത്. വ്യഭിചാരം, അതേപോലെ തന്നെ നിയമവിരുദ്ധവും പ്രകൃതി വിരുദ്ധവുമായ ഭോഗരീതികൾ, നഗ്നത പ്രദർശനങ്ങൾ, മോഷണം, മദ്യപാനം മുതലായവയൊക്കെ ഇതിൽ ഉൾപ്പെടും. ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒച്ചപ്പാടില്ലേ, LGBTQ+, അല്ലേ? LGBTQ+. L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, G എന്ന് പറഞ്ഞാൽ ഗേ, B എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ, T എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ. ഇതങ്ങനെ നീണ്ടു പോവുകയാണ്. പ്ലസ് ഇട്ടിട്ട് അങ്ങനെയാണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു ടീമുകളൊക്കെ ഇതെല്ലാം കൂടെ ഇവരുടെ ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടാൻ വേണ്ടി സമരരംഗത്തിറങ്ങിക്കണം. പ്രകൃതി വിരുദ്ധമായ ഭോഗരീതികൾ, അത് പരസ്യമെന്നോ രഹസ്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാത്തരം നീചവൃത്തികളും ഒഴിവാക്കണമെന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. വലാ തഖറബു, അടുക്കുക പോലും ചെയ്യരുത്. ഒരു തെറ്റിന്റെ അടുത്തുകൂടെ പോലും പോകരുത്. അടുത്തുപോയാൽ ചിലപ്പോൾ ചാടിയേക്കാം. ദുർവൃത്തികളിൽ ചെന്ന് ചാടാനോ അതിലേക്ക് ആകർഷിക്കപ്പെടാനോ ഇടയാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണമെന്നർത്ഥം അല്ലേ? കബായിറിന്റെ അടുത്തേക്ക് പോകരുതെന്നല്ല പറഞ്ഞത്. വൻ പാപങ്ങളുടെ അടുത്തേക്ക് പോകരുതെന്നല്ല, ഫവാഹിഷിന്റെ അടുത്തേക്ക് പോകരുത് എന്നാണ്. ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടു, എല്ലാ വേണ്ടാത്തരങ്ങളും പെട്ടു. മോശം എന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെ അതൊക്കെ പെട്ടു. ഇന്നിപ്പോ നമ്മൾ സാർവത്രികമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൈബത്ത്, നമീമത്ത്, ട്രോള്
പൊട്ടു എല്ലാം ഒക്കെ ഒഴിവാക്കണം. നുണ പറയുക, നമീമത്ത് പറയുക. നമ്മളിപ്പോ സമാധാനിച്ചിരിക്കണം. നമ്മൾ കള്ളു പിടിക്കാറില്ല, പെണ്ണ് പിടിക്കാറില്ല, ആരെയും മുതൽ കക്കണില്ല, ഒക്കെ റാഹത്താണെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ ഈ നുണ പറയലും കളിയാക്കലും ഗീബത്തും നമീമത്തും ട്രോളും ഷെയറും ഇതൊക്കെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. വലാ തഖ്റബൂ, നിങ്ങൾ അടുത്തുകൂടെ പോലും പോകരുത്. അടുത്തുകൂടെ പോകല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആ സംഗതി വീഡിയോ എടുത്തിട്ട് ഒരാളെ എങ്ങനെ വഷളാക്കാൻ കഴിയുമോ എന്നിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാണ്, അത് ഷെയർ ചെയ്യാണ്, ആളുകൾക്കിടയിൽ പറഞ്ഞു പരത്തുകയാണ്, ആളുകളെ കുറിച്ച് കുറ്റം പറയാണ്, ഗീബത്ത് പറയാൻ ട്രോളാണ് നമ്മൾ. ഇത് ഫാഹിഷത്തല്ലേ? ഒരാളെയും നമ്മൾ വെറുതെ വിടില്ല. ശരിയായ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അയാളുടെ നാവ്, കൈ, ഇതിൽ നിന്നൊക്കെ വേറുള്ള ആളുകൾ രക്ഷപ്പെടണം. എനിക്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. നോട്ടം കൊണ്ട് പോലും ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മളങ്ങനെ നമ്മളിതൊന്നും പറഞ്ഞില്ലെങ്കിലും നോക്കിയിട്ടെങ്കിലും പേടിപ്പിക്കും. കാര്യം നോക്കിയിട്ടെങ്കിലും നമ്മൾ വെറുപ്പ് അയാളോട് പ്രകടിപ്പിക്കും, നോക്കിയിട്ടെങ്കിലും അയാളെ നമ്മൾ അപമാനിക്കും, ചെറി കാട്ടിയിട്ടെങ്കിലും അപമാനിക്കും, ചെറി കോട്ടിയിട്ടെങ്കിലും അത് അപമാനിക്കും, നെറ്റി ചുളിച്ചെങ്കിലും നമ്മൾ അപമാനിക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പണിയല്ലേ? ഒരു മനുഷ്യന്റെ അഭിമാനം തൊട്ട് കളിക്കാൻ ആരാണ് നമുക്ക് അനുവാദം തന്നത്, അവകാശം തന്നത്? ഒരാളെ കൊല്ലരുത്, അയാളെ മുതൽ കക്കരുത് എന്ന് മാത്രമല്ല അല്ലാഹു തആല പറഞ്ഞത്. അൽ മുസ്ലിമു കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ ദമുഹു വമാലുഹു വഇർദുഹു, രക്തം ഹറാമാണ്, അവന്റെ സമ്പത്ത് ഹറാമാണ്, വഇർദുഹു, അവന്റെ അഭിമാനവും ഹറാമാണ്. അതാരും ശ്രദ്ധിക്കാറില്ല. അഭിമാനം തോന്നിയതുപോലെ തെറ്റിച്ചില്ല. ആരാ ലൈസൻസ് തന്നത്? പുറത്തുള്ളവർ മാത്രമല്ല, നമ്മുടെ മക്കളെ, നമ്മുടെ വീട്ടിലുള്ള ആളുകളടക്കം നമ്മൾ കളിയാക്കുന്നു, പരിഹസിക്കുന്നു. നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബക്കാരെ അസ്ഥാനത്ത് കളിയാക്കി വഷളാക്കുന്നു. ഒക്കെ ഇതേ വകുപ്പ് തന്നെയാണ്. ഒരാളെ കുറിച്ച് വേണ്ടാത്തത് പറയുക, കേൾക്കുക നമ്മൾ ചെയ്യരുത്. ഒരാളെ കുറിച്ച് വേണ്ടാത്തത് കേട്ടാൽ അയാളത്തിന് ആ കണ്ണോടെ നമ്മൾ കാണുള്ളൂ. എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്? ശരി, അടുത്ത പോയിന്റിലേക്ക് പോകാം. വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു പാവനത്വം കൽപ്പിച്ച ജീവൻ നിങ്ങൾ ഹനിക്കരുത്, അന്യായമായി നിങ്ങൾ ഒരാളെ കൊല്ലരുത്. ഗൗരവം കാണിക്കാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് കൊല. ഫവാഹിഷ് എന്നതിനെ കൂടുതൽ തൊട്ടു, പക്ഷേ പ്രത്യേകം എടുത്തു പറയുക. അന്യായമായി കൊല ചെയ്യാൻ പാടില്ല, ഗുരുതരമായ ശിക്ഷ ലഭിക്കുന്ന തെറ്റാണ്. സൂറത്തുൽ നിസായിൽ നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട്. 93 മനഃപൂർവ്വം കൊന്നാൽ നരകം, ശാശ്വത നരകമാണ് ശിക്ഷയായിട്ടുള്ളത്. പ്രപഞ്ചം മൊത്തം ഇല്ലാതെയായി പോകലാണ് ഒരു മുഅ്മിനെ കൊല്ലുന്നതിനേക്കാൾ റബ്ബിന്റെ അടുത്ത് നിസ്സാരം എന്ന് ഹദീസിലുണ്ട്. ഈ പ്രപഞ്ചം മൊത്തം നീങ്ങിപ്പോ ഇല്ലാതെയായി പോകും, അതാണ് ഒരു മുഅ്മിനെ മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ അതിൻ്റെ അടുത്ത് നിസ്സാരം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മളിപ്പോൾ ആരെയും കൊല്ലാനൊന്നും പോകണില്ല എന്ന് കരുതി, കത്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് കരുതി സമാധാനിക്കണ്ട. ശരിയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ അബോർഷൻ ഈ വകുപ്പിടൂലേ? പെണ്ണുങ്ങളും മാനവും ശ്രദ്ധിക്കുക, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അതേപോലെ കൊലക്ക് സഹായിക്കുക, ഗൂഢാലോചന നടത്തുക, ഇതൊക്കെ ഗുരുതരമായ തെറ്റാണ്. ഒരു മുഅ്മിനെ കൊല്ലാൻ ഏതെങ്കിലും നിലക്കൊരാൾ സഹായിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശനായി എന്ന് നെറ്റിയിൽ ബോർഡ് എഴുതി വെച്ചിട്ടാണ് അള്ളാഹുവിന് മുമ്പിൽ വരിക. ചെറിയ രൂപത്തിൽ നിങ്ങൾ സഹായിച്ചാലും അത് ഗുരുതരമായ തെറ്റാണ്. പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകളും ഒരു മുഅ്മിനെ കൊല്ലുന്നതിൽ സഹകരിച്ചാൽ എല്ലാവരെയും പിടിച്ച് നരകത്തിലിടുമെന്ന് അള്ളാഹു തആല പറയുന്നു. ഗുരുതരമാണ് എന്ന് കാണിക്കാനാണ് അത്തരം പ്രയോഗം. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ മായം കലർത്തുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ക്രമേണ ആളുകളെ കൊല്ലല് ചെയ്യുന്നത് അല്ലേ? നാട്ടിലൊക്കെ വന്ന് സാർവത്രികമാണ്. ഹോട്ടലുകാരും റെസ്റ്റോറൻറ്റുകാരും ഒക്കെ നടത്തുന്ന ബിസിനസ്സുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നല്ലത് മാത്രമേ ആളുകളെ വയറ്റിലേക്ക് കടത്തിവിടാവൂ. നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ക്രമേണ കൊല്ലുകയാണ്, മായം ചേർത്ത ഭക്ഷണങ്ങൾ നൽകുന്നവർ നടക്കുന്നത്. എന്നിട്ട് അത് ആരെങ്കിലും റെയ്ഡ് ചെയ്ത് കണ്ടെത്തി ഉദ്യോഗസ്ഥന്മാർ നടപടിയെടുത്താൽ പിന്നെ അവർക്ക് സ്ഥലം മാറ്റം, ട്രാൻസ്ഫർ, ഇതൊക്കെയാണ് നാട്ടിലെ അവസ്ഥ. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ യുദ്ധങ്ങൾ, പശ്ചിമേഷ്യയിൽ ഒരുപാട് കാലമായി നടക്കുന്ന വിഷയങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, എന്ത് സമാധാനം അറബിന് മുമ്പിൽ പറയാം. അതുപോലെ തന്നെ വണ്ടി ഓട്ടിക്കൊല്ലുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. വണ്ടി ഓട്ടിയിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കാൻ അർത്ഥം. പേടിപ്പിച്ച് വണ്ടി ഓട്ടുന്ന ആളുകളുണ്ട്, അതുപോലും പാടില്ല എന്നാണ്. തമാശക്കാണെങ്കിൽ പോലും ഒരു മുഅ്മിനായ മനുഷ്യനെ പേടിപ്പിക്കാൻ പാടില്ല. ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമൻ, ഒരു മുസ്ലിമിനെ പേടിപ്പിക്കാൻ പോലും പാടില്ല എന്നാണ്. പേടിപ്പിക്കാൻ പോലും പാടില്ല. എന്നിട്ടല്ലേ ഭീകരവാദം, തീവ്രവാദം ഒക്കെ? എങ്ങനെയാണ് ഇതൊക്കെ ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ വന്നത് മനസ്സിലാണില്ല.
ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് അല്ലാഹു തആല ചെയ്യുന്ന വസിയത്താണ് എന്നതിന്റെ ഗൗരവം പറയാൻ വേണ്ടി സൂചിപ്പിക്കാൻ വസ്വാക്കും വസിയത്തായി പറയാണ്. വസിയത്തായി പറയുന്ന സംഗതികൾക്ക് ഗൗരവം ഉണ്ടാവില്ല, എന്തായാലും നടപ്പാക്കേണ്ടതല്ലേ. ഈ 5 കാര്യങ്ങൾ പറഞ്ഞ ശേഷം നിങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാനും ചിന്തിക്കാനും വേണ്ടിയാണ് ഇതൊക്കെ വിവരിച്ചു തരുന്നത്. ലഅല്ലകും തഅഖിലൂൻ എന്നുകൂടെ പറഞ്ഞ് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്ത പേജിൽ 152-ാമത്തെ ആയത്തിലും 153-ാമത്തെ ആയത്തിലും മറ്റു 4 കാര്യങ്ങൾ കൂടി പറഞ്ഞ ശേഷം ശരിക്കും നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി എന്നുകൂടെ പറയുന്നത് ലഅല്ലകും തദക്കറൂൻ. ഇതൊക്കെ വസിയത്താണ് എന്ന് അടുത്ത 2 ആയത്തും അല്ലാഹു തആല പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയുമാണ് ഇന്ന് പഠിക്കാനുള്ളത്. ദുആ ചെയ്ത് പിരിയാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. അല്ലാഹു ഞങ്ങൾ പഠിച്ചതും കേട്ടതും പറഞ്ഞതും സ്വാലിഹായ അമലായി സ്വീകരിക്കാൻ തമ്പുരാനെ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഇഖ്ലാസോടുകൂടി നിന്റെ ദീനിൽ പഠിക്കാൻ അവസരം നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ പൊറുക്കണേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് പൊറുക്കണം, ഉസ്താദുമാർക്ക് പൊറുക്കണം തമ്പുരാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ എല്ലാവർക്കും നീ പൊറുക്കണം റഹ്മാനെ. ഈ ഒരു ക്ലാസ് കേൾക്കുന്നവർ പഠിക്കുന്നവർ നീ അനുഗ്രഹിക്കാൻ റഹ്മാനെ. ഞങ്ങൾ നിന്റെ സ്വാലിഹ്യങ്ങൾ ചേർക്കണേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.